ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സാമൂഹ്യ ബോധത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ വിദ്യാർത്ഥികൾ പഠിച്ചു വളരേണ്ടത് സ്കൂളുകളിൽ നിന്നാണ്. അതിനുള്ള ഉദ്യമങ്ങളാണ് വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സർവീസ് സ്കീമുകൾ. ക്രിസ്മസ് അവധിക്കാലമായതോടെ നാടെങ്ങും സജീവമായിരിക്കുകയാണ് NSS ക്യാമ്പുകൾ. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. മുസാഫർ നഗർ ഫണ്ട് വിതരണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നെന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ MP. ആഭ്യന്തരമന്ത്രിക്കെതിരെ ചീഫ് വിപ്പ് PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ അഴിമതിക്കെതിരെ DYFI കളക്ടറേറ്റ് വളഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമം. ആഴ്ചവട്ടം സ്കൂളിലെ അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വിശദമായ വാർത്തകളിലേക്ക്. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. നിയമന നിരോധനം, അഴിമതി, വിലക്കയറ്റം എന്നീ മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ യുവാക്കൾ നടത്തിയ കളക്ടറേറ്റ് വളയൽ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമന നിരോധനം, അഴിമതി, വിലക്കയറ്റം എന്നീ മുദ്രാവാക്യമുയർത്തി DYFIയുടെ നേതൃത്വത്തിൽ യുവാക്കൾ കളക്ടറേറ്റ് വളഞ്ഞു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു. ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഫോൺ വിവാദം ഉയർത്തിയ ജയിൽ DGPയെ പുറത്താക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ രാജിവെച്ച് പുതിയ സർക്കാരിന് അവസരം നൽകണമെന്നും കോടിയേരി പറഞ്ഞു. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മന്ത്രി പദവിയുള്ള ഗവൺമെന്റ് ചീഫ് വിപ്പാണ്. ഇന്നലെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ചീഫ് വിപ്പ്, മന്ത്രി പദവിയുള്ള ഒരു ഗവൺമെന്റ് ചീഫ് വിപ്പ് ആഭ്യന്തരമന്ത്രിക്കെതിരായി ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആരോപണം സംബന്ധിച്ച് ഒരു സ്വതന്ത്ര ഏജൻസിയെ വെച്ചുകൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാകുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പ്രദീപ് കുമാർ MLA, DYFI ജില്ലാ സെക്രട്ടറി P രാമകൃഷ്ണൻ, മുൻ MLA വിശ്വൻ, വരുൺ ഭാസ്കർ, M രാജേഷ്, C അശ്വിനി ദേവ്, VK കിരൺ രാജ് എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. മുസാഫർ നഗർ ഫണ്ട് വിതരണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ അപകീർത്തിപ്പെടുത്താനാണ് ചിലരുടെ ശ്രമമെന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ MP. കലാപബാധിതരുടെ ക്യാമ്പുകളിൽ 5 ലക്ഷം രൂപ അടിയന്തര സഹായമായി ചെലവിട്ടിട്ടുണ്ട്. ഇപ്പോൾ പിരിച്ചുകൊണ്ടിരിക്കുന്ന തുക സ്ഥായിയായ പരിഹാരം ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും ഡിസംബർ 31 പിരിവ് കാലാവധിയായി നേരത്തെ തീരുമാനിച്ചതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ആ കലാപ പ്രദേശങ്ങളിൽ ചെന്നുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ദൗത്യം കൃത്യമായി നിർവഹിച്ച പാർട്ടിയാണ് ഞങ്ങൾ. മുസാഫർ നഗർ ദുരിതാശ്വാസ ഫണ്ട് സംബന്ധിച്ച് വാസ്തവവിരുദ്ധമായ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP പറഞ്ഞു. കലാപം നടന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ലീഗ് നേതാക്കൾ മുസാഫർ നഗറിലെ അഭയാർത്ഥി ക്യാമ്പുകൾ സന്ദർശിച്ചിട്ടുണ്ട്. അടിയന്തര സഹായമായി 5 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചു. ഈ തുക പലപ്പോഴായി ക്യാമ്പുകളിൽ വസ്ത്രങ്ങൾക്കും മറ്റുമായി ചെലവഴിച്ചു. എന്നാൽ കേവലം വസ്ത്രങ്ങളിലും രോമക്കുപ്പായങ്ങളിലും തീർന്നതല്ല മുസാഫർ നഗർ ക്യാമ്പുകളിലെ അഭയാർത്ഥികളുടെ പ്രശ്നങ്ങൾ. അവരുടെ പ്രശ്നങ്ങൾക്ക് സ്ഥായിയായ പരിഹാരം വേണം. വിദ്യാലയങ്ങൾ പോലും അവിടെ അഗ്നിക്കിരയായിട്ടുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ സ്കൂളുകൾ നിർമ്മിക്കണം. ഇവയെല്ലാം കൂടി ഒറ്റയടിക്ക് പരിഹരിക്കേണ്ട പ്രശ്നമല്ല. അതിനാലാണ് ഡിസംബർ 31 വരെ പണം പിരിക്കാൻ തീരുമാനിച്ചതെന്നും ഈ തീയതിക്ക് ശേഷമാണ് തുക എങ്ങനെ ചെലവഴിക്കണമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുകയെന്നും ET മുഹമ്മദ് ബഷീർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നന്നായി ചെയ്ത കാര്യത്തെ മാധ്യമങ്ങൾ വഷളായി ചിത്രീകരിക്കുകയായിരുന്നെന്നും ET കൂട്ടിച്ചേർത്തു. അപ്പൊ ഈ 15-നാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ കളക്ഷൻ തുടങ്ങുന്നത്. 15-10. ആ കളക്ഷന്
ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോഴും അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഞങ്ങൾ കൊടുത്തത് 31 ഡിസംബർ 31. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ സംബന്ധിച്ച് ജനുവരി 24, 25 തീയതികളിൽ ചെന്നൈയിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമെടുക്കുമെന്നും ഇ.ടി. കൂട്ടിച്ചേർത്തു. മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുസ്സമദ് സമദാനി എം.എൽ.എ, കെ.പി.എ. മജീദ്, ഖാദർ മൊയ്തീൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ആഴ്ചവട്ടം സ്കൂളിലെ വിദ്യാർത്ഥിനികളെ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. തിരുവനന്തപുരം സ്വദേശി ജോണി എന്ന അധ്യാപകനെതിരെയാണ് ആരോപണം. ജോണിക്കെതിരെ കസ്ബ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആരോപണ വിധേയനായ അധ്യാപകനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കോഴിക്കോട് കോർപ്പറേഷനിലെ ആഴ്ചവട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3 വിദ്യാർത്ഥിനികളെയാണ് തിരുവനന്തപുരം സ്വദേശിയായ ജോണി എന്ന അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി. കുട്ടികളെ കളിക്കാൻ കൊണ്ടുപോകുമ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നാണ് കേസ്. ചൈൽഡ് ലൈൻ നടത്തിയ കൌൺസിലിംഗിലാണ് കുട്ടികൾ ഇക്കാര്യം പറഞ്ഞത്. ആരോപണ വിധേയനായ അധ്യാപകനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് മാങ്കാവ് കിണാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. ഇത് ഉണ്ടായിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അറിവ് പകരേണ്ടവർ, വിദ്യാർത്ഥികളെ നേരായ വഴിക്ക് നയിക്കേണ്ടവർ ഇന്ന് വിദ്യാർത്ഥികളെ ചീത്തയായ മാർഗത്തിലൂടെ നയിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് മാറ്റം വരേണ്ടതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ശക്തമായി പ്രതികരിക്കേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർച്ച് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് പി നൌഷീർ ഉദ്ഘാടനം ചെയ്തു. എം ബഷീർ, കെ ഋഷിൻ ബാബു, ബി ഗിരീഷ്, വി ടി നിഷാൽ, എം അഫ്സൽ, ഷംസീർ ബാബു, വി ഹർഷാദ്, കെ പി സുബേർ, എം നജ്മുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ ലീഡർ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ഓർമ്മ പുതുക്കി നാടെങ്ങും അനുസ്മരണം. രാഷ്ട്രീയത്തിലെ ചടുല നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച അനിതര സാധാരണ വ്യക്തിത്വമായിരുന്നു കരുണാകരനെന്ന് അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തവർ ഓർമ്മിച്ചു. കേരളത്തിന്റെ രാഷ്ട്രീയ ചാണക്യൻ ലീഡർ കെ കരുണാകരന്റെ 3ാം ചരമവാർഷിക ദിനമായിരുന്നു തിങ്കളാഴ്ച. സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ശോഭിച്ചു നിന്ന ലീഡർ മറിഞ്ഞിട്ട് 3 വർഷം. അദ്ദേഹത്തിന്റെ സ്മരണ പുതുക്കി നാടെങ്ങും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന കെ കരുണാകരൻ അനുസ്മരണം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. ഡിസിസി പ്രസിഡന്റ് കെ സി അബു അധ്യക്ഷത വഹിച്ചു. കെ വി സുബ്രഹ്മണ്യൻ, ഡോക്ടർ പി കെ ചാക്കോ, അഡ്വക്കേറ്റ് ഐ മൂസ, പി കെ മാമുക്കോയ, പി മൊയ്തീൻ മാസ്റ്റർ, എം ടി പത്മ, അഡ്വക്കേറ്റ് എം രാജൻ, അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, അഡ്വക്കേറ്റ് പി ശങ്കരൻ എന്നിവർ സംബന്ധിച്ചു. ബേപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. ഡിസിസി സെക്രട്ടറി കെ റഫീഖ് അഹമ്മദ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സി കെ കരുണാകരനെ പോലെയുള്ള ആളുകളുടെ അഭാവം ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ന് അനുഭവിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതൊരു മുഖസ്തുതി പറയുകയല്ല. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി കെ അബ്ദുൽ ഗഫൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പി കുഞ്ഞിമൊയ്തീൻ, പി രാമകൃഷ്ണൻ, കരിച്ചാലി പ്രേമൻ, മൊക്കത്ത് ശശി, കെ രഘുനാഥ്, എ എം അനിൽകുമാർ, പി ശശിധരൻ, ഷെറി, കെ വേണുഗോപാൽ, എസ് പി സലീം, ഇക്ബാൽ മാത്തോട്ടം, അനിൽദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ക്രിസ്തുമസിനെ വരവേൽക്കാൻ വൈവിധ്യങ്ങളിൽ സമ്പന്നമായി കേക്ക് വിപണി നഗരത്തിൽ സജീവമായി. രുചിയൂറുന്ന കൂട്ടുകളുമായാണ് വിപണിയെ കീഴടക്കാൻ കേക്കുകൾ എത്തിയിരിക്കുന്നത്. എന്നാൽ വില അല്പം അധികമായെങ്കിലും വിപണിയെ ബാധിക്കാത്തതിന്റെ സന്തോഷത്തിലാണ് കച്ചവടക്കാർ. ക്രിസ്തുമസ് സന്ദേശങ്ങളെ പോലെ കേക്കുകളും ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. സന്ദേശങ്ങൾ കൈമാറുന്നതുപോലെ ക്രിസ്തുമസിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിൽ കേക്കിന്റെ പ്രാധാന്യം ഏറെയാണ്. വൈവിധ്യസമ്പന്നമായാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ കേക്കുകൾ വിപണിയിൽ എത്തിയിരിക്കുന്നത്. വിവിധ രുചിക്കൂട്ടുകളിലും നിറങ്ങളിലും സൗന്ദര്യത്തിലുമുള്ള കേക്കുകളിൽ ആരെയും കൊതിപ്പിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. എന്നാൽ ക്രിസ്തുമസ് സ്പെഷ്യലായി വിപണിയിൽ എത്തിയത് മോക്ക ചോക്ലേറ്റ് ഗത്തോ, ഹസിൽനട്ട്, ഫ്രൂട്ട് ആൻഡ് നട്ട് കേക്ക്, ഐസ് നട്ട് കേക്ക് എന്നിവയാണ്. കൂടാതെ റിച്ച് പ്ലം കേക്കും കേക്കുകളിൽ റിച്ച്നെസ് കൂട്ടാൻ എത്തിയിട്ടുണ്ട്. 100 രൂപ മുതൽ 800 രൂപ വരെയാണ് കേക്കുകളുടെ വില. കഴിഞ്ഞ വർഷത്തിലും കേക്കുകളുടെ വില അല്പം അധികമാണ്. എന്നാൽ കേക്കുകളുടെ ആരാധകർക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമേ അല്ല. പിന്നെ പല വെറൈറ്റി കേക്ക്സും നമ്മൾ ഈ പ്രാവശ്യം ഇറക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഹേസൽനട്ട് കേക്ക് ആദ്യമായിട്ട് ഞങ്ങളാണ് ഈ പ്രാവശ്യം ഈ കൊല്ലാണ് കൊണ്ടുവരുന്നത്. പിന്നെ ഫ്രഷ് ക്രീം, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, സ്ട്രോബെറി, ബ്ലൂബെറി കേക്ക്സ്, പിന്നെ റിച്ച് പ്ലം, റോയൽ റിച്ച് പ്ലം, അങ്ങനെ പല വെറൈറ്റി കേക്കും ഈ പ്രാവശ്യം ഞങ്ങൾ ഇറക്കുന്നുണ്ട്.
ബ്രാൻഡ് കേക്ക് നിർമ്മാതാക്കളോട് മത്സരിക്കാൻ സ്വന്തമായി കേക്കുകൾ നിർമ്മിച്ച് ബേക്കറികളും രംഗത്തെത്തിയിട്ടുണ്ട്. കേക്ക് പ്രേമികളുടെ താൽപര്യങ്ങൾക്കനുസരിച്ചും വ്യത്യസ്ത കേക്കുകൾ നിർമ്മിച്ച് വിപണിയിലെ കൈയടക്കിയതിന്റെയും കേക്കുകളുടെ വില വർദ്ധിച്ചെങ്കിലും വിപണിയെ ബാധിക്കാത്തതിന്റെയും സന്തോഷത്തിലാണ് നഗരത്തിലെ കച്ചവടക്കാർ. വാർത്തയിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds. വാർത്തകൾ തുടരുന്നു. ഇനി വേനൽ കഴിയുന്നതുവരെ കൊളാവി പാലം കടൽ തീരം ആമകളുടെ ഈറ്റില്ലമാണ്. ഇഷ്ടതീരമായ കൊളാവിയിൽ ആമകൾ മുട്ടയിടാനെത്തുന്ന കാലമാണിത്. വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ്, റിഡ്ലി ഇനത്തിലുള്ള ആമകളാണ് ഇവിടെ പ്രധാനമായും എത്തുന്നത്. ആമകൾ വന്നു തുടങ്ങിയതോടെ കടൽ തീരത്തെ പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർക്കും ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ്. നവംബർ 4-നാണ് ആദ്യ ആമ മുട്ടയിടാൻ തീരമണിഞ്ഞത്. ഇതിന്റെ 154 മുട്ടകൾ പ്രവർത്തകർ ശേഖരിച്ച് ഹാച്ചറിയിലേക്ക് മാറ്റി. ഇതിനുശേഷം 4 ആമകൾ കൂടി വന്നു. ഇതോടെ മുട്ടകൾ 553 എണ്ണമായി. വേലിയേറ്റത്തിനനുസരിച്ച് രാത്രിയും പുലർച്ചെയുമാണ് ആമകൾ മുട്ടയിടാനെത്തുന്നത്. മുൻചിറക് കൊണ്ട് തീരത്തെ മണൽ നീക്കി പിൻചിറക് കൊണ്ട് കുഴിയുണ്ടാക്കി അതിലാണ് മുട്ടയിടുക. മുട്ടയിട്ട ശേഷം കുഴിമൂടി ശരീരം കൊണ്ട് അവിടെ അടിച്ചമർത്തി ആമ കടലിലേക്ക് നീങ്ങും. കുഴിച്ചിട്ട പാടുകൾ കാണാതിരിക്കാൻ മണൽ പരിസരമാകെ വാരിയെറിയുകയും ചെയ്യും. സൂര്യപ്രകാശത്താൽ 45 മുതൽ 60 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് ആമക്കുഞ്ഞുങ്ങൾ പുറത്തുവരും. മുമ്പൊക്കെ ആമമുട്ടകൾ നാട്ടുകാർ എടുത്തുകൊണ്ട് പോവുകയോ കീരിയും കുറുക്കനും ഭക്ഷണമാക്കുകയോ ആയിരുന്നു പതിവ്. ഈ സാഹചര്യത്തിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കാനായി കൊളാവി തീരത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ രംഗത്ത് വന്നത്. ഒലീവ്, റിഡ്ലി ആമകളാണ് ഇവിടെ മുട്ടയിടാനെത്തുന്നത്. ഇത് സീസൺ ആയാൽ ആമ കടലിൽ നിന്ന് കയറി വരും മുട്ടയിടാൻ വേണ്ടിയിട്ട്. അത് മുട്ടയിട്ടിട്ട് കടലിലേക്ക് തന്നെ തിരിച്ചു പോകും. ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരാണ് ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത്. ഇത് കയറി വന്ന പാട് നോക്കിയിട്ട് മുട്ടകൾ ശേഖരിക്കുകയും ആമ കുഴിച്ചിട്ട് അതേ രീതിയിൽ പുറത്തൊരു ഹാച്ചറി നിർമ്മിച്ച് അതിൻ്റെ അകത്ത് കുഴിച്ചിടും. സൂര്യന്റെ ചൂടേറ്റിട്ടാണ് മുട്ട വിരിയുന്നത്. 45 മുതൽ 60 ദിവസം എടുക്കും മുട്ട വിരിയാൻ. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ കടലിലേക്ക് തന്നെ വിടും. ഒരു സീസണിലെ 1-2 കുട്ടികളെ ഇവിടെ വളർത്തും. അത് ഇവിടെ വരുന്ന ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. 1992 മുതൽ തീരം പ്രവർത്തകരുടെ സംരക്ഷണത്തിന് കീഴിൽ ആയിരക്കണക്കിന് കടലാമ കുഞ്ഞുങ്ങളാണ് കടലിലേക്ക് വിരിഞ്ഞിറങ്ങിയത്. ഇതോടെ പ്രകൃതി പരിസ്ഥിതി സംരക്ഷണ അവാർഡുകൾ തീരം പ്രവർത്തകരെ തേടിയെത്തി. എന്നാൽ ഓരോ വർഷവുമുള്ള രൂക്ഷമായ കടലാക്രമണം കൊളാവി തീരത്തെ കാർന്നു തീർക്കുകയാണ്. കടലാമ ഹാച്ചറിയും നിലനിൽപ്പ് ഭീഷണിയിലാണ്. അഴിമുഖത്തെ മണലെടുപ്പ് കുറഞ്ഞതോടെ വിശാലമായ കൊളാവി തീരം വീണ്ടും പഴയപടി രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ പരിസ്ഥിതി സ്നേഹികളുടെ ഏക ആശ്വാസം. കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചരിത്ര കോൺഗ്രസ് വിവിധ പരിപാടികളോടെ പുരോഗമിക്കുന്നു. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ 28 സെക്ഷനുകളിലായി 200-ലധികം പ്രബന്ധങ്ങളാണ് 3 ദിവസങ്ങളിലായി നടക്കുന്ന കോൺഫറൻസിൽ അവതരിപ്പിക്കുക. കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ചരിത്ര കോൺഗ്രസും പൈതൃകം എന്ന പേരിലുള്ള ചരിത്ര സാംസ്കാരിക പ്രദർശനവുമാണ് JDT ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ പുരോഗമിക്കുന്നത്. കേരള മുസ്ലിങ്ങളുടെ ചരിത്രം, വിദ്യാഭ്യാസം, കല, രാഷ്ട്രീയം, സാംസ്കാരികം, സാഹിത്യം, മതം, വ്യാപാരം, സ്ത്രീ, സമരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ നിന്നുള്ള 28 പ്രബന്ധങ്ങളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. വിവിധ സെക്ഷനുകൾക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ യാസർ അറഫാത്ത്, ടൊറാന്റോ ഇസ്ലാമിക് സെന്റർ ഡയറക്ടർ VP അഹമ്മദ് കുട്ടി, ഡോക്ടർ KN കുറുപ്പ്, ഡോക്ടർ MH ഇല്യാസ് എന്നിവർ നേതൃത്വം നൽകും. സമാപന സമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി K റഹ്മാൻ ഖാൻ ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച നടന്ന കേരള വികാസവും മുസ്ലിങ്ങളും എന്ന വിഷയം ഡോക്ടർ കൂട്ടിൽ മുഹമ്മദ് അലി അവതരിപ്പിച്ചു. ഇസ്ലാമിന്റെ കേരളത്തിലേക്കുള്ള വരവ് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, കച്ചവട മേഖലകളിൽ വൻ മാറ്റത്തിന് തന്നെയാണ് തുടക്കം കുറിച്ചത് എന്ന് കൂട്ടിൽ മുഹമ്മദ് അലി പറഞ്ഞു. സാമൂഹ്യനീതി, സമത്വം, സാഹോദര്യം ഇവ കാത്തുസൂക്ഷിക്കുന്നതിൽ ഇസ്ലാമിന്റെ ഇടപെടലുകൾ ഏറെ വിലമതിക്കപ്പെടുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കോൺഫറൻസിന്റെ ഭാഗമായി പൈതൃകം എന്ന പേരിൽ സംഘടിപ്പിച്ച ചരിത്ര എക്സിബിഷൻ കാണാൻ നിരവധി പേരെത്തുന്നുണ്ട്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി മേളയ്ക്ക് തുടക്കമായി. പോലീസ് ക്ലബ്ബിൽ ജനുവരി 1 വരെ നീളുന്ന മേളയുടെ ഉദ്ഘാടനം കൌൺസിലർ പി കിഷൻചന്ദ് നിർവഹിച്ചു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ക്രിസ്തുമസ് ന്യൂ ഇയർ ഖാദി മേളയ്ക്ക് പോലീസ് ക്ലബ്ബിൽ തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം കൌൺസിലർ പി കിഷൻചന്ദ് നിർവഹിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥർ ഒരു ദിവസമെങ്കിലും കൈത്തറി ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവ് ഇന്ന് പാലിക്കപ്പെടുന്നില്ല. ആ പ്രഖ്യാപനം പാലിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും വിദ്യാലയങ്ങളിലും ഇത് നടപ്പിലാക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. 2013 ഓണം മേളിൽ മികച്ച വിൽപ്പന കൈവരിച്ച ഭവൻ മാനേജർമാരായ NP സൗദാബി, NK കമല, അലക്സ് ചാക്കോ, OT വേണുഗോപാൽ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പ്രൊജക്ട് ഓഫീസർ B ബാബു, ദിനേശ് കുമാർ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ഡിസംബർ 23 മുതൽ ജനുവരി 1 വരെയാണ് മേള സംഘടിപ്പിച്ചിരിക്കുന്നത്. കുട്ടികളിൽ സാമൂഹിക അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ NSS സപ്തദിന ക്യാമ്പുകൾക്ക് തുടക്കമായി. ജില്ലയിൽ വിവിധയിടങ്ങളിലായി NSS ക്യാമ്പുകൾ നടന്നുവരികയാണ്. ക്യാമ്പിന്റെ ഭാഗമായി നിരവധി സേവന പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ പങ്കാളികളാകും. സൗഹൃദ സിദ്ധികൾ പൂക്കുമ്പോൾ എന്ന പേരിൽ പുതിയറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ബേപ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഡിസംബർ 21 മുതൽ 27 വരെ ക്യാമ്പ് നടക്കുന്നത്. 7 ദിവസത്തെ ക്യാമ്പിൽ BC റോഡ് നവീകരണം, ഹെൽത്ത് സെന്റർ ശുചീകരണം, സോപ്പ് കുട നിർമ്മാണം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഗൃഹസന്ദർശനം, കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സന്ദർശനം, ഒരു നിർമ്മാണ കേന്ദ്ര സന്ദർശനം, പുലിമുട് യാത്ര എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ച തുടക്കമായ ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാദേവി ടീച്ചർ നിർവഹിച്ചു. കൌൺസിലർ ജലജ അധ്യക്ഷം വഹിച്ചു. മുസ്തഫ KV, സംഗീത P, GVHSS ബേപ്പൂർ പ്രിൻസിപ്പൽ ലൂസി PJ, മുരളി ബേപ്പൂർ, പുരുഷോത്തമൻ, കരുവള്ളി ശശി, പത്മിനി T, ഉണ്ണികൃഷ്ണൻ, TK ഗഫൂർ, ബിന്ദു KT തുടങ്ങിയവർ സംബന്ധിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി വിവിധ കലാകായിക പരിപാടികളും അരങ്ങേറും. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. വിദ്യാർത്ഥികളുടെ സർവ്വതോന്മുഖമായ വികാസത്തിനു വേണ്ടി നടത്തുന്ന ക്യാമ്പ് ഈ വർഷം ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടക്കുന്നത്. ഡ്രെയിനേജ് നിർമ്മാണം, ശുചീകരണം, അടുക്കളത്തോട്ട നിർമ്മാണം, പൈപ്പ് കമ്പോസ്റ്റ് രീതി പരിചയപ്പെടുത്തൽ, ചെറുവണ്ണൂർ പരിസര പ്രദേശം ശുചീകരണം, അംഗൻവാടി ബ്യൂട്ടിഫിക്കേഷൻ, ബോധവൽക്കരണ പരിപാടി എന്നിവയാണ് NSS ക്യാമ്പ് പ്രോജക്ടുകൾ. ക്യാമ്പിൽ കലാകായിക വിനോദങ്ങളും ഉണ്ടാകും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ടാക്സ് അപ്പീൽ ചെയർമാൻ മൊയ്തീൻ കോയ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഗിരിജ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ആനന്ദൻ മാസ്റ്റർ, കൌൺസിലർ ശ്രീജ ഹരീഷ്, ലൂസി PJ, കുര്യാക്കോസ്, റെജി ആഞ്ചലീന, വനജ, മായിൻ, മുരളി ബേപ്പൂർ, T ഉണ്ണികൃഷ്ണൻ, പത്മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. എല്ലാവരുടെയും ഓർമ്മകളിൽ നാടകീയ മുഹൂർത്തങ്ങൾ നിറച്ച് ജീവിതത്തിൽ നിന്നും അരങ്ങൊഴിഞ്ഞ് കായലാട്ട് രവീന്ദ്രൻ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കോതമംഗലത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ കായലാട്ട് രവീന്ദ്രൻ സ്മാരക പ്രതിമ അവാർഡ് ചേമഞ്ചേരി നാരായണൻ നായർക്ക് സമ്മാനിച്ചു. പരിപാടി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ നാടക പ്രസ്ഥാനമായ KPSCയുടെയും സ്വന്തം ട്രൂപ്പായ സൗഹാർദ്ദയുടെയും അടക്കം ആയിരക്കണക്കിന് വേദികളിൽ അഭിനയിച്ച് നാടകരചയിതാവായും സംവിധായകനായും ഗാനരചയിതാവുമൊക്കെയായി ജീവിച്ച കായലാട്ട് രവീന്ദ്രൻ അരങ്ങൊഴിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 1ാം വാർഷികത്തിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പുഷ്പാർച്ചന, ട്രസ്റ്റ് ഓഫീസ് ഉദ്ഘാടനം, ചിത്രരചനാ മത്സരം, സഹപ്രവർത്തകരുടെ കൂട്ടായ്മ, അനുസ്മരണ സമ്മേളനം, അവാർഡ് സമർപ്പണം, നാടകം എന്നിവയുമുണ്ടായിരുന്നു. കോമത്തുകരയിൽ കായലാട്ട് രവീന്ദ്രൻ ട്രസ്റ്റ് ഓഫീസ് EK വിജയൻ MLA ഉദ്ഘാടനം ചെയ്തു. TM കുഞ്ഞിരാമൻ നായർ അധ്യക്ഷം വഹിച്ചു. P വിഷൻ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. EK അജിത്, KB വിനോദ് കുമാർ, തെണ്ടിച്ചേരി രവീന്ദ്രൻ, K ചിന്നൻ, PM മോഹനൻപിള്ള എന്നിവർ സംസാരിച്ചു. രാവിലെ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, മണിയൂർ E ബാലൻ, GN ചെറുവാട്, KK നാരായണൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ചിത്രരചനാ മത്സരം വേണു ചിത്രശാല ഉദ്ഘാടനം ചെയ്തു. VK രവി അധ്യക്ഷം വഹിച്ചു. സഹപ്രവർത്തകരുടെ ഒത്തുചേരൽ മേലൂർ വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. M നാരായണൻ അധ്യക്ഷനായിരുന്നു. കണ്ണോത്ത് ദിവാകരൻ നായർ, ചെറുവക്കാട്ട് രാമൻ എന്നിവർ സംസാരിച്ചു. കായലാട്ട് രവീന്ദ്രൻ ചരമവാർഷികാചരണം കൊയിലാണ്ടി PVM കലാസമിതിയിൽ നടന്നു. K ദാസൻ MLA ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. TV വിജയൻ അധ്യക്ഷനായിരുന്നു. നാടക പ്രവർത്തകൻ ചന്ദ്രശേഖരൻ തിക്കോടി അനുസ്മരണ പ്രഭാഷണം നടത്തി. അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി പന്ന്യൻ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി നഗരസഭാ ചെയർപേഴ്സൺ K ശാന്ത അധ്യക്ഷം വഹിച്ചു.
കായലാട്ട് രവീന്ദ്രൻ സ്മാരക നാടക പ്രതിഭാ അവാർഡ് ചേമഞ്ചേരി നാരായണൻ നായർക്ക് സമർപ്പിച്ചു. TV ബാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. K ദാസൻ MLA ഫലകം സമർപ്പിച്ചു. IV ശശാങ്കൻ, വിൽസൺ സാമുവൽ, ഉസ്മാൻ ഹാജി, കായലാട്ട് ഗിരിജ, KK സുധാകരൻ, U രാജീവൻ മാസ്റ്റർ, A സുജാത, വായനാരി വിനോദ് കുമാർ, PK ഗോപി, സമദ് പൂക്കാട്, ചന്ദ്രശേഖരൻ തിക്കോടി, ഡോക്ടർ TK വിജയരാഘവൻ, AP കുഞ്ഞാമു, അരങ്ങാടത്ത് വിജയൻ, സത്യചന്ദ്രൻ പൊയിൽക്കാവ്, പവിത്രൻ മേലൂർ എന്നിവർ സംസാരിച്ചു. കേരള വിശ്വകർമ്മ ക്ഷേമസഭ ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കുടുംബ സംഗമം കേരള വിശ്വകർമ്മ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് TP തിലകൻ ഉദ്ഘാടനം ചെയ്തു. കേരള വിശ്വകർമ്മ ക്ഷേമസഭ ബേപ്പൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കേരള വിശ്വകർമ്മ ക്ഷേമസഭ സംസ്ഥാന പ്രസിഡന്റ് TP തിലകൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KVKS ബേപ്പൂർ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് EP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DO വിശ്വനാഥൻ ആചാര്യ മുഖ്യപ്രഭാഷണം നടത്തി. തുടർന്ന് ബേപ്പൂർ മേഖലയിലെ വിവിധ തലങ്ങളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. KVKS സംസ്ഥാന ജനറൽ സെക്രട്ടറി ശിവദാസ് കൈലാസം ആദരിക്കൽ ചടങ്ങ് നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി. KVKS ബേപ്പൂർ മേഖലാ കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് മുതുവന, MC കൃഷ്ണൻകുട്ടി, N വിജയൻ, മുകുന്ദൻ EP, KK വിലാസിനി, സുന്ദരൻ BP തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. പ്രൗഢഗംഭീരമായ സാംസ്കാരിക ഘോഷയാത്രയോടെ ബേപ്പൂർ ഫെസ്റ്റിന് തുടക്കം. ബേപ്പൂർ ഫെസ്റ്റ് സിനിമാ നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേളയിലെ പ്രദർശന സ്റ്റാളുകൾ 19-ന് ആരംഭിച്ചിരുന്നെങ്കിലും ഔപചാരിക ഉദ്ഘാടനമാണ് ഞായറാഴ്ച നടന്നത്. ഫറൂഖ്, കടലുണ്ടി, രാമനാട്ടുകര ഗ്രാമപഞ്ചായത്തുകളിലെയും കോർപ്പറേഷൻ പരിധിയിലെ ചെറുവണ്ണൂർ, നല്ലളം, ബേപ്പൂർ മേഖലകളിൽ നിന്നും ജനപ്രതിനിധികളും സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പ്രവർത്തകരും കുടുംബശ്രീ അംഗങ്ങളും നാട്ടുകാരും ഘോഷയാത്രയിൽ പങ്കുചേർന്നു. നല്ലൂർ മിനി സ്റ്റേഡിയത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനം ചലച്ചിത്ര നടൻ അനൂപ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. എളമരം കരീം MLA അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ VKC റസാഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റീന മുണ്ടേങ്ങാട്ട്, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് TK ശൈലജ, രാമനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VM പുഷ്പ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T മൊയ്തീൻ കോയ, T രജനി, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ O ഭക്തവത്സലൻ, അമൃത TV മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ശശികുമാർ, അമൃത TV പ്രോഗ്രാം ജനറൽ മാനേജർ അനിൽകുമാർ, അരുൺ രാജ്, KSSIA ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് ഹാജി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ K മാനുക്കുട്ടൻ, ഉമ്മർ പാണ്ടികശാല, B മുഹമ്മദ് ഹസൻ, പിലാക്കാട്ട് ഷൺമുഖൻ, KP ശ്രീശൻ, ബാവ, അബ്ദുൽ അലി, ജോബ് കാട്ടൂർ, CK കരീം, ഉമ ഉണ്ണി എന്നിവർ സംബന്ധിച്ചു. ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം നാദൃഷ ടീം അവതരിപ്പിച്ച നാദൃഷ ഷോ നടന്നു. മേളയുടെ ഭാഗമായി ദിവസേന സിനിമ, സീരിയൽ താരങ്ങൾ അണിനിരക്കുന്ന പ്രത്യേക പരിപാടികളുമുണ്ടാകും. ബേപ്പൂർ തുറമുഖ വാർഫ് ആഴം കൂട്ടുന്നതിന്റെ ഭാഗമായി ബേസിൽ നിന്ന് കോരിയെടുത്ത ചളി പുതിയ വാർഫിൽ നിക്ഷേപിച്ചത് കപ്പൽ യാത്രക്കാരെ വലയ്ക്കുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ലക്ഷദ്വീപിൽ നിന്നെത്തിയ കപ്പലുകളിലെ യാത്രക്കാർ ചെളി നീന്തിയാണ് പുറത്തെത്തിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് വാർഫ് ബേസിനിൽ അടിഞ്ഞുകൂടിയ ചെളി കോരിയെടുക്കുന്നത്. വെള്ളത്തോടൊപ്പമുള്ള ചെളി വാഹനത്തിൽ കൊണ്ടുപോകുന്നതിലുള്ള പ്രയാസം മുന്നിൽ കണ്ട് വാർഫിലിട്ടതാണ് യാത്രക്കാർക്ക് തിരിച്ചടിയായത്. പുതിയ വാർഫിൽ അടുപ്പിച്ച ദ്വീപ് കപ്പലിലെ യാത്രക്കാർ ഇറങ്ങി വരുന്നതിനിടെ വിദ്യാർത്ഥി ചെളിയിൽ തെന്നി വീണു. ഇതോടെ യാത്രക്കാർ പ്രതിഷേധമുയർത്തി. പിന്നീട് താൽക്കാലിക സൌകര്യമൊരുക്കിയാണ് പുറത്തേക്ക് ഇറക്കിവിട്ടത്.
കപ്പലിൽ നിന്ന് ഇറങ്ങിവരുന്ന ഭാഗമാകെ ചെളിമയമായിരുന്നു. രോഗികളും സ്ത്രീകളും അടക്കമുള്ള യാത്രക്കാർ വാർഫിന് പുറത്തെത്താൻ പാടുപെട്ടു. ഭാഗ്യം കൊണ്ടാണ് പലരും ചെളിയിൽ വീഴാതെ രക്ഷപ്പെട്ടത്. വാർഫിൽ ചെളി കോരിയിട്ടതിനാൽ തുറമുഖത്താകെ രൂക്ഷമായ ഗന്ധമാണ്. ഇത് കയറ്റിറക്ക് തൊഴിലാളികൾക്കും ഭീഷണിയായിട്ടുണ്ട്. ചെളി നീക്കം ചെയ്യാൻ വേഗത്തിൽ നടപടി വേണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. 8.20 കോടി രൂപ ചെലവിൽ സംസ്ഥാന മാരിടൈം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നേതൃത്വത്തിലാണ് തുറമുഖത്ത് മണ്ണ് മാന്തുന്നത്. കോർപ്പറേഷന്റെ സിന്ധുരാജ് കപ്പൽ ഉപയോഗിച്ച് അഴിമുഖത്തെയും കപ്പൽചാലിലെയും ചെളി നീക്കം ചെയ്യുന്നതിനു പുറമെയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് വാർഫ് ബേസിനിലെ ചെളി നീക്കം ചെയ്യുന്നത്. ഇനി റെസിഡൻസ് അസോസിയേഷൻ വാർത്തകളിലേക്ക്. നടുവട്ടം ഗുളികൻതോട് റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. മുരളി ബേപ്പൂർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. പരിപാടികൾക്കു ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം തബലിസ്റ്റ് സുധീർ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് മാധവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സീരിയൽ ആർട്ടിസ്റ്റ് മിഥുൻ വിശിഷ്ടാതിഥിയായിരുന്നു. സെക്രട്ടറി രാജീവൻ മാടായി, ബേപ്പൂർ സബ് ഇൻസ്പെക്ടർ ഉബൈദത്ത്, കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ബേപ്പൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് UK മേനോൻ, ഒരുമ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സദാനന്ദൻ, CK അനിൽകുമാർ, P ശശിധരൻ, V വിപിന എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. മണ്ഡലകാല വിശേഷങ്ങൾ. നോർത്ത് ബേപ്പൂർ കയ്യെടുത്തോട് അയ്യപ്പ ക്ഷേത്രത്തിലെ 31ാമത് കർപ്പൂരാഴി മഹോത്സവങ്ങൾക്ക് സമാപനം. ഡിസംബർ 20, 21 തീയതികളിലായിരുന്നു കർപ്പൂരാഴി മഹോത്സവം നടന്നത്. സർവൈശ്വര്യ പൂജയോടെ പരിപാടികൾ ആരംഭിച്ചു. ദീപാരാധന, ശരണംവിളി, പ്രഭാഷണം, നൃത്തനൃത്യങ്ങൾ, ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന, ഗോദീശ്വര ക്ഷേത്രത്തിൽ നിന്നും പാണ്ഡ്യമേളത്തോടുകൂടി കർപ്പൂരാഴി എഴുന്നള്ളത്ത് എന്നിവ നടന്നു. രാത്രി കോമഡി ഷോയും അരങ്ങേറി. സർവൈശ്വര്യ പൂജയ്ക്ക് തൊടിയിൽ പ്രമോദ് തന്ത്രി നേതൃത്വം നൽകി. കയ്യെടുത്തോട് അയ്യപ്പ ക്ഷേത്ര ഭാരവാഹികളായ ജഗദീശൻ P, പ്രവീൺ N, ശിവദാസൻ K, നിജീഷ് K, പ്രവീൺ K, ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ നിജീഷ് K, പ്രവീൺ N, പ്രജിത് P, മനീഷ് TV, ജ്യോതിഷ് TK എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഡിസംബർ 26 തീയതി വൈകിട്ട് കുറ്റിച്ചിറ ഓപ്പൺ സ്റ്റേജിൽ വെച്ച് സിയോസ്കോയുടെ നേതൃത്വത്തിൽ ഏക് രാത് റഫി കെ സാത്ത് എന്ന പേരിൽ റഫി നൈറ്റ് സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ വെച്ച് മുഹമ്മദ് റാഫിയുടെ 3000ഓളം ഗാനങ്ങളുടെ ശേഖരണം കൊണ്ട് നഗരത്തിലെ സംഗീതപ്രേമികളിൽ ശ്രദ്ധേയനായ റേഡിയോ കോയ എന്ന ഹൈദ്രോസ് കോയെ ആദരിക്കുകയും ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുംബൈയിലെ പ്രമുഖ യുവ പിന്നണി ഗായകൻ ഹാമിദ് ഖാൻ തെരിസിനാണ് റഫി നൈറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ ഇന്നുവരെയുള്ള വികസന പദ്ധതികളും നയങ്ങളും വിശകലനം ചെയ്യുന്നതിനായി ഡിസംബർ 27, 28 തീയതികളിലായി സ്ട്രഗിൾ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ദ്വിദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സെമിനാറിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി 9ഓളം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. വിനാശ വികസനത്തിന് പകരം പുരോഗതിയുടെ വികസനം എന്ന വിഷയത്തിൽ പ്രൊഫസർ GN സായിബാബ, KP സേതുനാഥ്, അഡ്വക്കേറ്റ് സുധാ ഭരദ്വാജ്, പ്രൊഫസർ ജയന്തി എന്നിവർ വിഷയം അവതരിപ്പിക്കും. കുറ്റ്യാടിക്കടുത്തുള്ള മരങ്ങോട് സ്വദേശിയായ മംഗലന്റെ വിട ജാഫറിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് ജാഫറിന്റെ ബന്ധുക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ ഡിസംബർ 2 തീയതിയാണ് ജാഫർ വീടിനടുത്തുള്ള വെള്ളക്കുഴിയിൽ വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പുറത്തുകൊണ്ടുവന്ന് യഥാർത്ഥ കുറ്റവാളികളെ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ബന്ധുക്കൾ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുസാഫർ നഗർ ഫണ്ട് വിതരണത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിനെ അപകീർത്തിപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നെന്ന് പാർട്ടി ദേശീയ സെക്രട്ടറി ടി മുഹമ്മദ് ബഷീർ MP. ആഭ്യന്തരമന്ത്രിക്കെതിരെ ചീഫ് PC ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ അഴിമതിക്കെതിരെ DYFI കളക്ടറേറ്റ് വളഞ്ഞു. സ്കൂളിലെ വിദ്യാർത്ഥിനികളെ പീഡിപ്പിക്കാൻ ശ്രമം. ആഴ്ചവട്ടം സ്കൂളിലെ അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. സ്കൂളിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. വാർത്തയിലെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.